പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ്. പരസ്പരം കടന്നാക്രമിച്ചും വാഗ്ദാനങ്ങൾ നിരത്തിയും തകൃതിയായി വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥികൾ. UDF-നായി സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ നായർ തന്നെയാണ് ഇക്കുറിയും ഇറങ്ങുന്നത്. മോദിയെയും BJP-യെയും അതിരൂക്ഷമായി വിമർശിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രചരണം. BJP നൽകിയ പല വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാടെത്തിയപ്പോൾ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണെന്നും ശ്രീകണ്ഠൻ പരിഹസിച്ചു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഇന്ധനവില കുറയ്ക്കൽ, പാചകവാതക വില നിയന്ത്രണം, കോച്ച് ഫാക്ടറി, തൊഴിലില്ലായ്മ പരിഹരിക്കൽ ഉൾപ്പെടെ ഒരു വിഷയത്തിലും പ്രധാനമന്ത്രി ഉറപ്പു പാലിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ പാലക്കാട് സന്ദർശനം തെരഞ്ഞെടുപ്പിൽ ഓളം സൃഷ്ടിക്കില്ലെന്നും ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ വൻ പദ്ധതികൾ ജില്ലയിൽ നടപ്പാക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ വാഗ്ദാനം. ജയിച്ചാൽ പാലക്കാട് എയിംസും വ്യവസായ സ്ഥാപനവും യാഥാർത്ഥ്യമാക്കും. വലിയ വിജയ പ്രതീക്ഷയുണ്ടെന്നും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കൃഷ്ണകുമാർ വ്യക്തമാക്കി. കോങ്ങാട് മേഖലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇടതു സ്ഥാനാർത്ഥി A വിജയരാഘവൻ പ്രചരണം നടത്തിയത്. വിജയരാഘവനിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് CPM. ഇടതുകോട്ടയായ പാലക്കാട് കഴിഞ്ഞ തവണ അട്ടിമറി വിജയമായിരുന്നു VK ശ്രീകണ്ഠൻ നേടിയത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ വോട്ടുകൾ ശ്രീകണ്ഠനിലേക്ക് ഒഴുകുന്നതായിരുന്നു കാഴ്ച. 3,99,274 വോട്ടുകളായിരുന്നു ശ്രീകണ്ഠൻ നേടിയത്. CPM സ്ഥാനാർത്ഥിയായിരുന്ന MP രാജേഷിന് 3,87,637 വോട്ടുകളായിരുന്നു ലഭിച്ചത്. അതേസമയം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകളുണ്ടെന്ന UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ആരോപണം പൊളിഞ്ഞെന്ന് CPM ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. അടൂർ പ്രകാശിന്റെ പരാതി പരിശോധിച്ചപ്പോൾ 390 ഇരട്ട വോട്ടുകൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്നും ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചവയാണെന്നും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളാണ് ഇത് വ്യക്തമാക്കിയതെന്നും CPM സംസ്ഥാന സമിതി അംഗം ആനാവൂർ നാഗപ്പൻ വ്യക്തമാക്കിയിരുന്നു. പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മുൻകൂർ ജാമ്യമായിരുന്നു 1.5 ലക്ഷത്തിൽ കൂടുതൽ ഇരട്ട വോട്ടുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ട് എന്നത്. ഇത് രാഷ്ട്രീയ പ്രചരണമായി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഫിസിക്കൽ പരിശോധന നടത്തിയതോടെയാണ് ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തുടരെ ഉയർത്തിയും ജാതി കാർഡിറക്കിയും വസ്തുതാവിരുദ്ധമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചും ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനാണ് ആറ്റിങ്ങലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രമിക്കുന്നത്. ആറ്റിങ്ങലിൽ ഇത്തവണ ഇതൊന്നും വില പോവില്ല എന്നതാണ് വസ്തുത. ഏതായാലും വ്യത്യസ്ത വഴികൾ നോക്കി ജയിക്കാനുള്ള തത്രപ്പാടിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും.